ഇന്ന് ഞാനുണ്ടല്ലോ ഒരു കാന്താരി മുളകിൻ്റെ തൈ ചാക്കിലങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിങ്ങനെ ചാക്കിൽ നിന്നുകൊണ്ട് തന്നെ 1-2 കായ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടേ. അപ്പോൾ ചെറിയൊരു കുട്ടിച്ചാക്കിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു പഴയ ചാക്കായിരുന്നേ. ചാക്കങ്ങനെ ദ്രവിച്ചങ്ങ് പോയേക്കുവാണ്. അപ്പോൾ ഞാൻ കരുതി ചാക്കിൽ നിന്നും ഈ തൈയിനെ എടുത്ത് തറയിലോട്ട് കുഴി കുത്തി വയ്ക്കാമെന്ന് കരുതിയേ. അപ്പോൾ അതിനുള്ള പുറപ്പാടാണ് ഇന്ന്. അപ്പോൾ അങ്ങനെ ഒരു കുഴിയൊക്കെ അടുത്ത് കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചാക്കിൽ നിന്നും ഇതിനെ എടുത്ത് കുഴിയിലോട്ട് ഇറക്കി വയ്ക്കാനുള്ള പുറപ്പാടാണ്. ഇപ്പോഴേ ചാക്കിലും ഗ്രോ ബാഗിലും ഒക്കെ നമ്മൾ ഈ തൈകളൊക്കെ നട്ട് വയ്ക്കുന്നതിനേക്കാളും നല്ലത് തറയിൽ കുഴി കുത്തി വയ്ക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിൽ നല്ല വിളവ് കിട്ടുന്നതുമുണ്ട് എനിക്ക്. ഇപ്പോൾ കുഴി കുത്തുന്നതൊക്കെ വലിയൊരു അധ്വാനമാണ്. എന്നാലും ഞാൻ അത് കഷ്ടപ്പെട്ടാലും അത് കുഴി കുത്തി തറയിൽ വയ്ക്കാറുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ നാടൻ കാന്താരിയാണ് കേട്ടോ. നാടൻ കാന്താരിയുടെ ഗുണങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഈ നാടൻ കാന്താരിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടാക്കനിയായിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ ഇതിന് നല്ല വിലയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ മുമ്പൊക്കെ ഞാനിത് മുളകൊക്കെ ഒരുപാട് കൃഷി ചെയ്ത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരുപാട് വരുമാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ കൊടുക്കാറില്ല. ഒരുപാട് കൃഷിയൊന്നുമില്ല. എനിക്കിപ്പോൾ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ പണിയൊന്നും എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചൊക്കെ ഇടുന്നുള്ളൂ. വെറുതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. എന്തായാലും എന്തെങ്കിലും വിളകളൊക്കെ ഞാൻ അടുക്കളത്തോട്ടത്തിൽ ഇങ്ങനെ നട്ടു വയ്ക്കാറുണ്ട്. നമുക്ക് ആവശ്യം വരുമ്പോൾ പോയി അതിൽ പോയി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. അങ്ങനെ ഒരു കുഴിയൊക്കെ കുത്തി ഇദ്ദേഹത്തിന് ഞാൻ അങ്ങ് കുഴിയിലോട്ട് അങ്ങനെ ഇറക്കി വെച്ചു. മണ്ണിട്ട് മൂടിയിട്ടുണ്ട് കേട്ടോ. ഇതുകൂടാണ്ട് വേറെ വെറൈറ്റി മുളകൊക്കെ കുറച്ച് മുളകുകളൊക്കെ എൻ്റെ കൈവശമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. ഇന്നിപ്പോൾ ഒരു മുളകിൻ്റെ തൈ മാത്രമേ നടാൻ കഴിഞ്ഞിട്ടുള്ളൂ. എങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മുളകിൻ്റെ തൈയൊക്കെ നടാമെന്ന് വിചാരിച്ചു. നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട്. നമ്മുടെ കൃഷിയൊക്കെ ഇങ്ങനെ കുറച്ച് നട്ട് വയ്ക്കാറുണ്ട് ഞാൻ. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന വിളകളൊക്കെ എടുത്ത് ഞാൻ അടുക്കളയിലേക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് കാടും പടലും ഒക്കെ ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ട്. മഴയൊക്കെ തുടങ്ങിയില്ലേ. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് ഒരുപാട് കാടും പടലയും ഒക്കെ അങ്ങനെ പുല്ലുമൊക്കെ അങ്ങ് വളർന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കണം. അതൊക്കെ ഞാൻ തന്നെ ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം ബാക്കിയുള്ള തൈകളൊക്കെ അങ്ങനെ നട്ട് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ മുളക് തൈയുടെ ചുറ്റുവട്ടത്തും തന്നെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും നല്ല കാടും പടലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഉടനെ ചെയ്യാനുള്ളതാണ്.